ഗുഡ് മോർണിംഗ്. ഓൾറൈറ്റ്. നിങ്ങളെ ഒരു കമ്പനി തുടങ്ങുകയാണെന്ന് കരുതുക. ഓക്കെ, ഒരു കമ്പനി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്റ്റാഫ് മെമ്പേഴ്സ് വേണം. നിങ്ങളെ പോലത്തെ ക്വാളിറ്റി ഉള്ള, നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ കഴിവുള്ള ആൾക്കാരെ നിങ്ങൾ ആ കമ്പനിയിൽ സ്റ്റാഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമോ? ഇപ്പോഴത്തെ നിങ്ങളുടെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങളുടെ കമ്പനിയിൽ സ്റ്റാഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമോ? പിന്നെ വേറെ ആൾക്കാരുടെ കമ്പനിയിൽ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുമോ? ഇല്ല അല്ലേ? അതിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ഞാൻ ചോദിച്ചതല്ല. ജെഫ് ബെസോസ് ഒരിക്കലും ഒരു കോളേജ് സ്റ്റുഡൻസിന് അഡ്രസ് ചെയ്യുമ്പോൾ വാസ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് യു വിൽ ഹയർ യു ഇൻ യുവർ കമ്പനി? അപ്പം മെജോറിറ്റി ആ കോളേജ് സ്റ്റുഡൻസിലെ ആൾക്കാർ ചെയ്യൂല എന്നാണ് പറഞ്ഞത്. ബിക്കോസ് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു കമ്പനി അല്ലേ, അപ്പോൾ അത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ, റൈറ്റ്? അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നല്ല സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടെങ്കിലേ നമ്മുടെ കമ്പനി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്നും വേണ്ട, നമ്മൾക്ക് കഴിവുള്ള പുറത്തുനിന്ന് ആൾക്കാരെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, റൈറ്റ്? ആ ഒരു റിയലൈസേഷൻ, ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഹാവ് ദാറ്റ് റിയലൈസേഷൻ. നിങ്ങളുടെ കമ്പനിയിൽ പോലും നിങ്ങൾ എടുക്കില്ല എന്നുള്ള റിയലൈസേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിൽ പറയുന്നതേ, നമ്മൾ ഗുഡ് ആണെന്ന് നമ്മൾ കരുതി വെച്ചാൽ നമ്മുടെ ഗ്രോത്ത് അവിടെ നിൽക്കുന്ന, നമ്മൾ ഓൾറെഡി ചിന്തിക്കുകയാണ് ഞാൻ നല്ലതാണ്, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ഒരു എഫേർട്ട് എടുക്കുക ഇല്ല. വി വിൽ നെവർ ബിക്കം ഗ്രേറ്റ്. ഇഫ് യു തിങ്ക് ദാറ്റ് യു ആർ ഗുഡ്, യു വിൽ നെവർ ബിക്കം ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഗുഡാണെന്ന് കരുതുന്നതും നമ്മൾ സുഖമായിട്ടിരിക്കുന്നതും നമ്മളുടെ എനിമിയാണ്. ദാറ്റ് കിൽസ് യുവർ ഗ്രോത്ത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു അതാണ്, റൈറ്റ്? ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് എൻ്റെ നാട് മടുത്ത്, എനിക്ക് നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ തിരിച്ചു ചോദിച്ചു, വൈ ഡു യു വാണ്ട് ടു കം ടു മൈ ടൗൺ? അപ്പോൾ മൂപ്പര് പറഞ്ഞു, എൻ്റെ നാടൊരു ശരിയില്ല, അവിടെ ആൾക്കാരൊക്കെ ഭയങ്കര നെഗറ്റീവാണ്, ഒരു ശ്വാസം മുട്ടുന്നൊരു അവസ്ഥയാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഈ നാടും അതേ അവസ്ഥയാണ് മോനെ, ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് ഈ നാട്ടിലേക്ക് താമസം മാറണമെന്നുണ്ട്, എനിക്കത് കുറച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കാനൊക്കെ ഒരു പൂതി ഉണ്ടെന്നാണ്. അപ്പം ബുദ്ധൻ തിരിച്ചു ചോദിച്ചു, ഓക്കെ, വൈ ഡു യു വാണ്ട് ടു ചേഞ്ച്? മൂപ്പര് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ എന്താണ് കുഴപ്പം? ബുദ്ധൻ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരു നല്ലൊരു ഹാപ്പിയായി പോസിറ്റീവായിട്ട് ജീവിക്കാമെന്ന് കരുതിയിട്ടാണ്. എൻ്റെ നാടും നല്ലതാണ്, നാട്ടുകാരും നല്ലതാണ്, അവർ വിട്ടു പോരുന്നതിൽ വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ ഐ ജസ്റ്റ് വാണ്ട് ടു ഹാവ് എ ചേഞ്ച്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഈ പ്ലേസ് നല്ലതാണ്, വളരെ പോസിറ്റീവാണ് ഈ നാട്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ധൈര്യമായിട്ട് പോരുമെന്ന് പറഞ്ഞു. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? മഞ്ഞ കണ്ണട വെച്ചിട്ട് കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും, ചുവന്ന കണ്ണട വെച്ചിട്ട് കാണുന്നതെല്ലാം ചുവന്നായിരിക്കും. ഒരു നല്ല മനോഹരമായൊരു ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഒരു വീടിൻ്റെ ചേർന്നൊരു നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്. അപ്പോൾ ബിൽഡിങ് ഇങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ ബിൽഡിങ്ങിൽ ഫുള്ളും ചെളി പിടിച്ചിരിക്കുക. എന്താണ് പുതിയ ഉദ്ഘാടനം കഴിഞ്ഞൊരു വീട്ടിൽ ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുന്ന ബിൽഡിങ്ങാണെന്നൊക്കെ നമ്മളിങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മനസ്സിലായത്, ചെളി പിടിച്ചിരിക്കുന്ന ബിൽഡിങ്ങിനല്ല, നമ്മുടെ വീടിൻ്റെ ഗ്ലാസ്സിനാണ് അല്ലേ. ആ ഗ്ലാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ ആ ബിൽഡിംഗ് ഓൾസോ ബിക്കെയിം ബ്യൂട്ടിഫുൾ. നമ്മൾ എങ്ങനെയാണോ ലോകത്തെ കാണുന്നത്, ലോകം അതുപോലെയാണ്. ലോകം ഭയങ്കര നെഗറ്റീവാണ്, ഭയങ്കര പ്രോബ്ലമാണ്, ഇവിടെ മതങ്ങൾ തമ്മിൽ അടിയാണ്, ഇവിടെ ജെൻഡേഴ്സ് തമ്മിൽ അടിയാണ്, ബ്രദേഴ്സ് തമ്മിൽ അടിയാണെന്ന് കരുതി ഒരുപാട് നെഗറ്റീവ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ലോകം നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. ഈ ലോകം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ശുഭാംശു ശുക്ലാനെ പോലത്തെ ആൾക്കാർ ബഹിരാകാശത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. നിമിഷപ്രിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നു. ഇതിനു മുമ്പ് റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നു. ഇവിടെ മതമൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഒരു മനുഷ്യൻ, ഒരു നന്മ, ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പെരുമാറുന്നവരാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദിസ് വേൾഡ് വിൽ ബിക്കം ഗുഡ്. സ്കില്ലേജിലേക്ക് നിങ്ങളിങ്ങനെ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇംപെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. കാരണം നമ്മളൊരു സാധനം വാങ്ങുമ്പോഴേ കൈകൊണ്ടുണ്ടാക്കിയ സാധനത്തിനാണോ വില കൂടുതൽ, അല്ലെങ്കിൽ മെഷീൻ മെയ്ഡിനാണോ? ഇപ്പോൾ ഒരു ഓർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ് അതിന് പറയുക? കൈവർക്ക് എന്നോ എന്താ പറയുക? ഹാൻഡ് വർക്ക്. ഇപ്പോൾ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ കൈകൊണ്ടുണ്ടാക്കിയ വെഡ്ഡിങ് ഡ്രസ്സിന് വില കൂടുതലാണ്. എന്തുകൊണ്ടാ? ക്വാളിറ്റി ഉണ്ടാവും. മെഷീൻ അതിനേക്കാളും മികച്ച ക്വാളിറ്റിയിൽ ഉണ്ടാക്കൂലേ? ഇംപെർഫെക്ഷൻ ആണ് ഇതിൻ്റെ ഭംഗി. മനുഷ്യന്മാർ ചെയ്യുമ്പോൾ കാരണം നമ്മൾ ബേസിക്കലി ഇംപെർഫെക്റ്റാണ് മനുഷ്യന്മാർ അല്ലേ? നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ? ഓരോ ആൾ ചെയ്യുമ്പോൾ, ഞാൻ കൈകൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്നു, അതേ സാധനം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ആ രണ്ടിനും ഭംഗിയുണ്ട്. നിങ്ങളിവിടെ വന്ന ഉടനെ ഞാൻ വിചാരിക്കും ഇത് ഭംഗിയില്ലാത്ത കുറേ ആൾക്കാരാണല്ലോ ഈ ബാച്ചിൽ നിന്ന്. പക്ഷേ വിശ്വൽ സാർ എണീപ്പിച്ച് അഹാ ഹി പറഞ്ഞ് ചിരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ മുഖമൊക്കെ അങ്ങ് ചിരിച്ചു തുടങ്ങുമ്പോൾ എന്തോ ഒരു ഭംഗി ഓരോരുത്തർ കാണാൻ. Everyone is equally beautiful, everyone is talented, everyone is having the capacity.
റൈറ്റ്? നമ്മൾ നേരത്തെ ദിൽഷാദ് സാർ പറഞ്ഞതുപോലെ ഉറങ്ങിക്കിടക്കുന്ന കുറേ ആൾക്കാർ അവരുടെ കഴിവ് കാണാതെ മരിച്ചു കിടക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അതുപോലെ മരിക്കാതെ തന്നെ നമ്മുടെ കഴിവ് കാണാതെ മരിച്ച പോലെ ജീവിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നാണ് സ്കില്ലേജിൽ നിങ്ങൾ വരുമ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ നിങ്ങൾ കാണും. ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് നമ്മൾ ദിനംപ്രതി നമ്മളിങ്ങനെ അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ പോസിറ്റീവ് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങൾ വന്നെങ്കിൽ സ്കില്ലേജ് വിൽ ബി എ റൈറ്റ് ഹാപ്പി പോസിറ്റീവ് പ്ലേസ് ഫോർ യു. ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങനെയാണ്, ഇവിടെ കുറച്ച് കറുത്തിട്ടാണ്, ഇവിടെ കുറച്ച് മെലിഞ്ഞിട്ടാണ്, ഇവിടെ കുറച്ച് വളഞ്ഞിട്ടാണ്, ഇവിടെ കുറച്ച് ചെരിഞ്ഞിട്ടാണ്, ഈ കളറൊന്ന് മാറ്റിയോ കൊള്ളാൻ വരുന്നത്, അവിടെ കസാരയ്ക്ക് ഇങ്ങനെ അട്ടിയായ ഒരു പ്രോഗ്രാം അല്ല, ഇവിടെ ഇങ്ങനെ വെച്ചൊന്നും ശരിയായില്ല, ഇതിങ്ങനെ നെഗറ്റീവ് മാത്രം കാണാനാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ ലൈഫ് നെഗറ്റീവ് ആവും. ഈ സ്കില്ലേജിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയും വേസ്റ്റ് ആവും, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. യു അണ്ടർസ്റ്റാൻഡ്? സ്കില്ലേജ് വിൽ ബിക്കം എ നെഗറ്റീവ് പ്ലേസ് ഫോർ യു. ഇത് ഇവിടെ വന്ന് പഠിച്ച് നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയ കുറേ ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ സനാക്കൻസ്, ഷി വാസ് എ സ്റ്റുഡൻറ്റ് ഹിയർ, ഇന്ന് ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ നമ്മളൊരു കമ്പനി സ്കില്ലേജിലേക്കും നിങ്ങളോട് നേരത്തെ ചോദിച്ച പോലെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെയല്ലേ നമ്മളും വെക്കുള്ളൂ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് ട്രാൻസ്ഫോംഡ് ആയിട്ട് നമ്മുടെ സ്റ്റാഫ്, ഇത് നോട്ട് ജസ്റ്റ് സനാക്കൻസ്, ദർ ആർ മെനി പീപ്പിൾ ലൈക്ക് ദിസ്. സനനെ പോലെ ഇവിടെ പഠിച്ച് ഇവിടെ ജോബ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് യു ക്യാൻ ഓൾസോ ബി വൺ അമംഗ് ദം. അത് നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. റൈറ്റ്? ഓരോ ഓപ്പർച്യൂണിറ്റി കാണുമ്പോഴും അത് നമുക്ക് വളരാൻ വേണ്ടിയിട്ടാണ്, അത് നമ്മളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്ന് കരുതി അതിൽ ഇൻവോൾവ് ചെയ്യുക, ആക്റ്റീവ് ആവുക. അങ്ങനെയാകുമ്പോൾ യു വിൽ ബിക്കം ഗുഡ്. എല്ലാവരും ഒരേ ചിന്ത, ഒരേ ആക്ഷൻ ആണെങ്കിൽ റിസൾട്ട് വിൽ ഓൾസോ ബി സെയിം, അല്ലേ? എപ്പോഴാണ് റിസൾട്ട് ഡിഫറെൻ്റ് ആവുക? റിസൾട്ട് എപ്പോഴാണ് ഡിഫറെൻ്റ് ആവുക? തോട്ട്സ് ഡിഫറെൻ്റ് ആവുമ്പോൾ, ആക്ഷൻസ് ഡിഫറെൻ്റ് ആവുമ്പോൾ. റൈറ്റ്? Same thoughts and same actions will bring you the same results, but different thoughts and different actions will bring you different results. ലോകത്ത് വെൽത്തി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്, ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ്. ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നത് ഒരേ രീതിയിലാണ്. എവ്രി വൺ സ്റ്റാർട്ട്സ് ദി സെയിം. പക്ഷേ കമ്പനീസ് വന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ some of you will get a good package and some of you will not be able to get good package, that based on how passionately you spend your 6 months at Skillage. അല്ലേ? ഞങ്ങൾക്ക് തരാനുള്ളതൊക്കെ ഒന്നാണ്. എല്ലാ ആളുകൾക്കും ഒരേ രീതിയിൽ ഒരേ കാര്യങ്ങളാണ് നമ്മൾ തരിക. പക്ഷെ നിങ്ങളുടെ റിസീവേഴ്സിനനുസരിച്ചാണ്, നിങ്ങൾ എങ്ങനെ റിസീവ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവും. അതും ഫോൺ വാങ്ങിക്കുമ്പോഴെയാണ്. ഒരു നല്ല ഫോൺ വാങ്ങി നല്ല സിഗ്നലൊക്കെ ക്യാച്ച് ചെയ്യുന്ന ഫോണാണെങ്കിൽ അതിന് സംസാരിക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അത്ര സിഗ്നൽ ക്യാച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഫോണാണെങ്കിൽ സംസാരിക്കുമ്പോഴും ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ സെറ്റ് യുവർ റിസീവേഴ്സ് റൈറ്റ്. പ്രോപ്പറായിട്ട് നിങ്ങൾ റിസീവ്. നമ്മൾ എൻസൈക്ലോപീഡിയ കേട്ടിട്ടുണ്ട്. എൻസൈക്ലോപീഡിയ എന്താ? എൻസൈക്ലോപീഡിയ കുറേ കേട്ടിട്ടുണ്ടല്ലോ എൻസൈക്ലോപീഡിയ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഒരുപാട് ഇൻഫർമേഷൻ കൊള്ളുന്ന, അല്ലേ? ഗൂഗിളിൻ്റെ ഒക്കെ മുമ്പ് ഒരു ഗൂഗിളായി വർക്ക് ചെയ്ത ഒരു മാനുവൽ സാധനമാണ് എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത്. ലോഡ് ഓഫ് ഇൻഫർമേഷൻ അതെ. ഈ എൻസൈക്ലോപീഡിയ ഉണ്ടാവാൻ കാരണമായ ഒരാളുണ്ട്, ഡെന്നിസ് ഡിഡറോട്ട് എന്നാണ് അയാളുടെ പേര്. ഡെന്നിസ് ഡിഡറോട്ട്. അയാളൊരു ഫ്രഞ്ച് ഫിലോസഫറാണ്. ഇദ്ദേഹത്തിന് പിന്നെ ബുക്കുകളോട് ഭയങ്കരമായ പ്രേമാണ് മൂപ്പർക്ക്. ആൻഡ് ഹി ഹാസ് എ ഹ്യൂജ് ലോഡ് ഓഫ് കളക്ഷൻസ് ഓഫ് ദി ബുക്സ് ആൻഡ് ഹി ഈസ് ഹാവിങ് എ ഹ്യൂജ് ലൈബ്രറി. ഫ്രഞ്ച് ഫിലോസഫർ. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമായപ്പോൾ മകളെ കല്യാണം കഴിച്ച് അയക്കാനുള്ള പൈസ ഇല്ല. ആ സമയത്ത് മൂപ്പരാകെ, കാരണം മൂപ്പര് ശ്രദ്ധ കംപ്ലീറ്റ്ലി വാസ് ബുക്ക് കളക്ഷൻസും ബുക്ക് വായിക്കലും ബുക്ക് എഴുതലും ലൈബ്രറി കീപ്പ് ചെയ്യലും. അതാണ് മൂപ്പരുടെ പാഷൻ. ആൻഡ് വെൻ ഇറ്റ് വാസ് എ ടൈം ഫോർ ദി മാരേജ് ഓഫ് ഹിസ് ഓൺ ഡോട്ടർ, ഹി വാസ് നോട്ട് ഹാവിങ് ദി മണി. ഇത് റഷ്യയിലെ പുസ്തകങ്ങളെ ഇദ്ദേഹത്തെ പ്രേമിക്കുക ഇൻ ദി സെൻസ് ഇദ്ദേഹത്തിൻ്റെ വർക്കിനോട് ആരാധനയുള്ള ഒരു കാത്തറിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രഭി അവരിത് കേട്ട് അവർ ലൈബ്രറി വാങ്ങാൻ തീരുമാനിച്ചു. നല്ലൊരു എമൗണ്ട്, പൈസ പോലും നെഗോഷിയേറ്റ് ചെയ്യാതെ വലിയൊരു എമൗണ്ടിന് ലൈബ്രറി വാങ്ങി. മാത്രമല്ല ഡിഡറോട്ടിനെ ആ ലൈബ്രറിനായിട്ട് ലൈഫ് ലോങ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. നല്ലൊരു പൈസ മാസം ശമ്പളവും കൊടുത്തു. ഇവൻ മരിച്ചു കഴിഞ്ഞാൽ പെൻഷൻസ് പോലും കൊടുക്കാവുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റി. അങ്ങനെ ഡിഡറോട്ട് ഭയങ്കര പൈസക്കാരനായി. ലൈബ്രറിയൻ ആയിരുന്ന ഫിലോസഫർ ആയിരുന്ന ഡിഡറോട്ട് ഭയങ്കര പൈസക്കാരനായി. മകളെയൊക്കെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അയച്ചു. എന്നിട്ട് മൂപ്പര് നല്ല പൈസ ഉണ്ട്. മൂപ്പര് ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൂപ്പർക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കോട്ട് വാങ്ങിയിടണമെന്ന്. ഒരു സ്കാർലെറ്റ് റോബ്. അദ്ദേഹം ഒരു സ്കാർലെറ്റ് റോബ് വാങ്ങി. നല്ല പൈസയുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഗൗണ് വാങ്ങി, ഒരു ഡ്രസ്സ് വാങ്ങി മൂപ്പര് ഇടാൻ തുടങ്ങി. അപ്പോൾ അത് ഇടാൻ തുടങ്ങിയപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് എൻ്റെ ഡ്രസ്സൊക്കെ നന്നായി, പക്ഷെ അതിനനുസരിച്ചുള്ള ചെരുപ്പ് എനിക്കില്ല. പിന്നെ മൂപ്പര് ചെരുപ്പ് വാങ്ങി. ഇനിയിപ്പോൾ ചെരുപ്പൊക്കെ നന്നായി,
എൻ്റെ വീട്ടിലെ ഫേർണിച്ചർ അത്ര എൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു ഫേർണിച്ചർ എൻ്റെ വീട്ടിലും എൻ്റെ ലൈബ്രറിയും ഇല്ല. അങ്ങനെ മൂപ്പർ ഓരോന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരുന്നു. കാരണം നല്ല ഡ്രസ്സ് വാങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ നല്ല പൈസക്കാരനാണെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കാലിലേക്ക് നോക്കും, നമ്മുടെ ഷൂ പോരാ അല്ലേ, അല്ലെങ്കിൽ ബെൽറ്റ് പോരാ, അല്ലെങ്കിൽ അവൻ്റെ വീട് പോരാ, അല്ലെങ്കിൽ ഫേർണിച്ചർ പോരാ, അല്ലെങ്കിൽ കാറ് പോരാ. ഇങ്ങനെ ഒന്നിൽ സ്പെൻഡ് ചെയ്ത ആൾ ഒന്നിൽ നിർത്താൻ പറ്റിയില്ല. വീണ്ടും അദ്ദേഹം ഓരോ മെറ്റീരിയൽസ് ഇങ്ങനെ അക്വയർ ചെയ്തുകൊണ്ടേയിരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ലാസ്റ്റ് മൂപ്പര് ദരിദ്രനാവുകയും ചെയ്തു. ഇതിനെ സൈക്കോളജിയിൽ ഡിഡറോട്ട് എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് അത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചിലപ്പോൾ ലിപ്സ്റ്റിക്കിലാണ് തുടങ്ങുക, പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറ്റേണ്ടി വരും അല്ലേ. പിന്നെ നമ്മൾ മുഖത്ത് വേറെ പലതും ലിപ്സ്റ്റിക് ഒന്ന് റെഡിയായി, ചുണ്ടൊക്കെ ഒന്ന് ചോന്ന് വന്നു, ഇനി മുഖമൊക്കെ ഒന്നും കൂടെ ഒന്ന് തിളങ്ങണമെന്ന് വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കും അല്ലേ. പിന്നെ ഒന്ന് കണ്ണിനൊന്ന് ലെൻസ് വെക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ ഒന്ന് മുടി ഒന്ന് കളർ ചെയ്യണമെന്ന് തോന്നും. റൈറ്റ്? ഒന്ന് വേറൊന്നിലേക്ക് ലീഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു വീട് വാങ്ങുന്നത് പോലെ, കാറ് വാങ്ങുന്നത് പോലെ അല്ലേ. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഈ ഡിഡറോട്ട് എഫക്റ്റ് മെറ്റീരിയൽസിൽ മാത്രമല്ല സ്വഭാവത്തിലും വരും. നമ്മൾ ബാഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മുടെ കമ്പനിയെങ്കിൽ ഓരോ ബാഡ് ക്യാരക്ടർ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സ്മോക്ക് ചെയ്യാൻ തുടങ്ങുന്നയാൾ കള്ള് കുടിക്കാൻ തുടങ്ങുന്നത് അത്ഭുതമല്ല. കള്ള് കുടിക്കാൻ തുടങ്ങുന്നയാൾ കഞ്ചാവിലേക്ക് പോകുന്നത് അത്ഭുതമല്ല. കഞ്ചാവിലേക്ക് പോകുന്നയാൾ വേറൊരാളെ കൊല്ലാൻ മടിക്കാത്തത് അത്ഭുതമല്ല. കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നയാൾ നുണ പറയുന്നത് അത്ഭുതമല്ല. വേറെ ആൾക്കാർ വഞ്ചിക്കുന്നത് അത്ഭുതമല്ല. യു അണ്ടർസ്റ്റാൻഡ്? ഈ ഡിഡറോട്ട് എഫക്റ്റ് നിങ്ങളുടെ ക്യാരക്ടറിൽ വരാതിരിക്കണം. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഡിപ്പെൻഡാണ്. നന്നായി പഠിക്കണം, നല്ല ജോബ് വാങ്ങണം എന്ന് പറയുന്ന ഫ്രണ്ട്സ് ആണോ നിങ്ങളുടെ കൂട്ടത്തിലെങ്കിൽ യു വിൽ ഓൾസോ ബിക്കം വൺ അമംഗ് ദം. എനിക്ക് പഠിക്കണം, എനിക്കും നല്ല ജോബ് വാങ്ങണം, നല്ല ലൈഫ് സെറ്റ് ആവണം, നല്ല സാലറിഡ് ആയിട്ടുള്ള ഒരു ജോബൊക്കെ വാങ്ങി, ഒരു കല്യാണമൊക്കെ കഴിച്ച്, നല്ല വണ്ടിയൊക്കെ വാങ്ങി, നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ച് എൻ്റെ പാരൻസിനൊക്കെ നല്ല രീതിയിൽ നോക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ കൂടെയാണ് നിങ്ങളുടെ നടത്തുമെങ്കിൽ യുവർ ലൈഫ് വിൽ ടേൺ ഔട്ട് ടു ബി വെരി പോസിറ്റീവ്. ഇനി അതല്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി, നമുക്ക് ഇവിടുന്ന് വൈബടിച്ച് നടക്കാം, വെറുതെ ഒന്ന് സമയം കളയാൻ വേണ്ടി നമ്മൾക്ക് വന്നിരിക്കാം, നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാം, ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്യേണ്ടേ, എന്തിനാ കുറേ എഫേർട്ട്, എന്തിനാ കുറേ പഠിക്കുന്നത്, എന്തിനാ കുറേ വായിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ഫ്രണ്ട്സാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെങ്കിൽ യു വിൽ നെവർ റീഡ്. ചെയ്യോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഫ്രണ്ടാണ് നിങ്ങളുടെ ഡിഡറോട്ട് എഫക്റ്റ്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ പുതിയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ, ആരെങ്കിലും അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ബൈ പറഞ്ഞേക്കാം. അങ്ങനത്തെ ആൾക്കാരെ നമ്മളിവിടെ വെക്കില്ല കേട്ടോ. വിശ്വൽ സാറൊക്കെ മെയിൻലി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം അങ്ങനത്തെ ആൾക്കാരും കൂടെ മാറ്റാന്നൊക്കെ ഉള്ളതാണ്. സോ വി വിൽ നോട്ട് ബി ടോളറേറ്റിംഗ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. നിങ്ങളിവിടെ വിശ്വൽ സാർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളിവിടെ സ്റ്റുഡൻ്റ് അല്ല. നിങ്ങൾ സ്റ്റുഡൻ്റായി ബാഗും ബുക്കും എടുത്ത് സ്കൂളുകളിലും കോളേജിലും പോയി ഒരുപാട് എക്സാമൊക്കെ എഴുതി അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. എക്സാമിന് വേണ്ടി പഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു ജോബ് ഇല്ലാതെ നമ്മൾ ഇരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഇനി ഇവിടെ വരുന്നത് എക്സാമിന് വേണ്ടി പഠിക്കാനല്ല, നിങ്ങൾ വരുന്നത് ജോബിന് വേണ്ടി പ്രിപ്പയർഡ് ആവാനാണ്, നിങ്ങളുടെ ലൈഫിന് വേണ്ടി പ്രിപ്പയർഡ് ആവാൻ പോവാണ്. നിങ്ങളുടെ ഡേ 1 മുതൽ നിങ്ങളുടെ ഒരു കോസ്റ്റ്യൂം തന്നെ നിങ്ങൾ കണ്ട ഒരു പ്രൊഫഷണൽ ഔട്ട്ലുക്കും ഔട്ട്ഫിറ്റോ നിങ്ങൾക്ക് തരുന്നത്. ബിക്കോസ് ഡേ 1 മുതൽ നിങ്ങളൊരു സ്റ്റാഫ് മെമ്പറാണ്. നിങ്ങളിവിടെ വന്നിട്ട് HR ആവട്ടെ, ഫൈനാൻസ് ആവട്ടെ, ഓപ്പറേഷൻസ് ആവട്ടെ, ലോജിസ്റ്റിക്സ്, എന്ത് ഏരിയാസ് ആവട്ടെ, യു വിൽ ബി ഡൂയിങ് ദ ടാസ്ക്. നിങ്ങൾ കുറച്ച് തിയറി കേൾക്കും, പിന്നെ യു വിൽ ഡു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ജോബ് റെഡി ആവാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇഫ് യു ആർ റെഡി ടു ചേഞ്ച്, വി ആർ റെഡി ടു സപ്പോർട്ട് യു. ഞങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റില്ല അല്ലേ. ആരെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുമോ? we'll only be able to give you the support. We'll only be able to give you the proper guidance. നല്ല രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത്, മെൻറ്റർ ചെയ്ത്, സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം നല്ലൊരു ജോബിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിനപ്പുറം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന കുട്ടികൾ ഒരു 6 months കഴിഞ്ഞിട്ട് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റ്, അതാണ് ഞങ്ങളുടെ വിഷ്വലൈസേഷൻ. അതാവണം നിങ്ങളുടെയും വിഷ്വലൈസേഷൻ. എവറി ഡേ യു വിൽ ബി ഗെറ്റിംഗ് ദ ലൈഫ് ലാബിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ സെഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ എവറി ഡേ സ്റ്റാർട്ട് ലൈക്ക് നിങ്ങളുടെ ഒരു ലൈഫ് ഒരു 6 months ടൈമേ നിങ്ങളെടുത്തുള്ളൂ. ആ 6 months ടൈമിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ സാലറി കൂടിക്കൊണ്ടേയിരിക്കും. വേണ്ടേ? സാലറി വേണ്ടേ? യെസ്. Work on your leadership, work on your presentation capacity, work on your language. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാമ്പസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഇംഗ്ലീഷൊക്കെ ആവാൻ പോകും. അപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയില്ലെങ്കിലും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുക. കാരണം ഇന്ന് വരുന്ന കാലത്ത് നിങ്ങൾക്കൊരു ഇവിടെ കേരളത്തിലൊരു 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു ഇംഗ്ലീഷ് ഒന്നും ഇല്ലെങ്കിൽ മേ ബി ഒരു 12,000-15,000 rupees വിൽ ബി ഏബിൾ ടു വർക്ക്. പക്ഷേ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാവുന്ന ഒരാൾ ഗൾഫിൽ പോയാൽ കിട്ടുന്നത് 75 to 1 lakh ആണ് മിനിമം. ഇവിടുത്തെ 10 വേണോ, അവിടുത്തെ 75 വേണോ? ഏതാ വേണ്ടേ? 75 അല്ലേ? അതിന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ റൈറ്റ്.
അപ്പോൾ അതിനൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഈ 6 months നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. ഞാൻ എല്ലാ ബാച്ചിലോടും പറയാറുള്ളത് പോലെ ഈ ഡോറ് തുറന്ന് നിങ്ങൾ ക്ലാസ്സിൻ്റെ അകത്ത് കടന്ന് നിങ്ങൾ ഈ ഡോറ് തുറന്ന് എക്സിറ്റ് ചെയ്യുന്ന നിങ്ങളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾ നിങ്ങൾ തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വേസ്റ്റ്. പുതിയ അറിവും പുതിയ സ്കില്ലും പുതിയ തോട്ടും പുതിയ ആറ്റിറ്റ്യൂഡും കൊണ്ടുപോകണം നിങ്ങൾ എന്ന് പോകാൻ. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഓരോ ദിവസവും നിങ്ങൾ വളരുന്നുണ്ട്, ഓരോ ദിവസവും പുതിയ സ്കില്ല് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ വേണം എൻഷുർ ചെയ്യാൻ. വിൽ യു ഡു ദാറ്റ്? All right. Thank you so much. Have a great day.